യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ ഒരപ്പൂപ്പൻ വേദപുസ്തകം വായിക്കുകയായിരുന്നു. എല്ലാ ദിവസവും അപ്പൂപ്പൻ രാവിലെ വേദപുസ്തകം വായിക്കുന്നത് കൊച്ചുമകൻ കാണാറുണ്ട്. ആ മകൻ കൗതുകത്തോടെ അപ്പൂപ്പൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, എന്തിനാണ് അപ്പൂപ്പ എല്ലാ ദിവസവും ഒരേ പുസ്തകം വായിക്കുന്നത്? വേറെ ഏതെല്ലാം പുസ്തകങ്ങളുണ്ട്? എല്ലാ ദിവസവും ഒരേ പുസ്തകം തന്നെ അപ്പൂപ്പൻ വായിക്കണേ എന്തിനാണ്? അപ്പോൾ അപ്പൂപ്പൻ മോനോട് പറഞ്ഞു, കുറച്ചൊരു പഴയ കഥയാണ് മോനെ, നീ ഒരു കോരുകൊട്ട എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികൾക്കത് മനസ്സിലാവില്ല. നെറ്റ് പോലെ ബാംബു പ്ലെയിൻസ് ഉപയോഗിച്ച് നെറ്റ് പോലെ നെയ്തെടുത്തതാണ് കൊട്ട. നെറ്റ് പോലെ നെയ്തെടുത്ത ഒരു കൊട്ട, അതാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. ചില സാധനങ്ങളൊക്കെ വരാൻ വേണ്ടി പഴയ കാലത്ത് നമ്മുടെ വീടുകളിലെല്ലാം ഉപയോഗിക്കുന്നതാണ് കോരുകൊട്ട. മോൻ ആ കൊട്ട എടുത്തുകൊണ്ട് വന്നു, സ്റ്റോറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പം പറഞ്ഞു, മോനെ നീ ആ കൊട്ടയും കൊണ്ട് പോയി ആ തോട്ടിൽ നിന്ന് ഒരു കൊട്ട വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവൻ പോയി ഒരു കണക്കിന് വെള്ളം അവിടെ നിന്ന് മുക്കി. പക്ഷേ വല്യപ്പൻ്റെ അടുക്കലെത്തിയപ്പോഴേക്ക് വെള്ളം അതിനകത്തില്ല. അവനോട് വല്യപ്പൻ പറഞ്ഞു, പിന്നെയും പോയി ഇച്ചിരി കുറച്ചും കൂടെ വെള്ളം കൊണ്ടുപോവാ. 3-4 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കൊട്ടയിൽ വെള്ളമൊന്നുമില്ല. അപ്പോൾ വല്യപ്പൻ പറഞ്ഞു, മോനെ ഇപ്പോൾ നീ ആ കൊട്ടയുടെ അകത്തേക്കൊന്ന് നോക്കിക്കേ, അവിടെ ചെളിയുണ്ടോ? ചെളി പോയില്ലേ? അതിലെ പല ചെളികളും ഇപ്പം ഇല്ലല്ലോ. നീ ആ കൊട്ട കൊണ്ടുവന്നപ്പോൾ എന്തുമാത്രം അഴുക്കായിരുന്നു, ചെളിയായിരുന്നു ആ കൊട്ടയ്ക്കകത്ത്. ഇപ്പോൾ ചെളിയില്ലല്ലോ. ഇതുപോലെ ഈ അപ്പൻ്റെ മനസ്സിലെ അഴുക്ക് മാറാനാണ് ഞാൻ ഈ വേദപുസ്തകം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏത് പുസ്തകവും വായിച്ചാൽ അഴുക്ക് മാറില്ല. ഏത് പുസ്തകവും വായിച്ചാൽ അഴുക്ക് മാറില്ല. മനസ്സിലെ അഴുക്ക്, ഹൃദയത്തിലെ അഴുക്ക്, ദുശ്ചിന്ത, വ്യഭിചാര ചിന്ത, കൊലപാതക ചിന്ത, വൈരാഗ്യ ചിന്ത, പ്രതികാര ചിന്ത, നിഗള ചിന്ത, ഇതുപോലെയുള്ളതായ ആ ഹൃദയത്തിൽ, മനുഷ്യ ഹൃദയത്തിലെ ആ തിന്മകൾ മാറിക്കിട്ടണമെങ്കിൽ ഈ പുസ്തകം തന്നെ വായിക്കണം. ഏത് പുസ്തകവും വായിച്ചാൽ കാര്യമില്ല. വേദപുസ്തകം തന്നെ വായിക്കണം. അതിന് പകരം വയ്ക്കാവുന്ന വേറൊരു പുസ്തകമില്ല. അതുകൊണ്ടാണ് ദ ബുക്ക്, ദ ബൈബിൾ എന്ന് പറയുന്നത്. വേദപുസ്തകത്തിന് പകരം വയ്ക്കാവുന്ന ഒരു പുസ്തകവുമില്ല എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തിരുവചനത്തിൽ നാം പഠിച്ചു വന്നിരുന്നത് മനുഷ്യൻ ദൈവത്തിന് പ്രയോജനമുള്ളവനാകുമോ എന്ന ഒരു ചിന്തയാണ്. എപ്പോഴാണ് മനുഷ്യൻ ദൈവത്തിന് പ്രയോജനമുള്ളവനാകുന്നത്? എങ്ങനെയാണ് പ്രയോജനമുള്ളവനാകുന്നത്? ഇതാണ് നാം ചിന്തിച്ചു വന്നുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, കഷ്ടത മനുഷ്യന് എപ്പോഴാണ് പ്രയോജനപ്പെടുക? രോഗം എപ്പോഴാണ് പ്രയോജനപ്പെടുക? ദാരിദ്ര്യം എപ്പോഴാണ് പ്രയോജനപ്പെടുക? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഭിന്നത എപ്പോഴാണ് പ്രയോജനപ്പെടുക? കഷ്ടത എപ്പോഴാണ്, എങ്ങനെയാണ് മനുഷ്യന് പ്രയോജനപ്പെടുക? പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. എങ്ങനെയാണ് കഷ്ടത ഒരു മനുഷ്യന് പ്രയോജനമുള്ളതായി തീരുന്നത്? ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കഷ്ടത പ്രയോജനപ്പെടുന്നത് അത് മനുഷ്യൻ്റെ പാപം വിട്ട് ജീവിക്കാനുള്ളതായ ഒരു സമർപ്പണവനുണ്ടാകും, ഒരു തീരുമാനവനുണ്ടാകും. എല്ലാ കഷ്ടതയും എല്ലാവർക്കും പ്രയോജനപ്പെടുകയില്ല. കഷ്ടത വരുമ്പോൾ ദൈവം എന്നോട് ദോഷം ചെയ്തു, ദൈവം എനിക്ക് തിന്മ ചെയ്തു, ദൈവം എന്നെ മറന്നുപോയി, ആ മനോഭാവമുള്ളവർക്ക് കഷ്ടത ഒരു കാര്യത്തിലും പ്രയോജനപ്പെടുകയില്ല. രോഗം പ്രയോജനപ്പെടുകയില്ല, ദാരിദ്ര്യം പ്രയോജനപ്പെടുകയില്ല. പക്ഷേ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ് ആ ദൈവത്തിൻ്റെ വഴിയെ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഷ്ടത പ്രയോജനപ്പെടും, രോഗം പ്രയോജനപ്പെടും, അവരുടെ ജീവിതത്തിൽ വരുന്ന സകല പരാജയങ്ങളും പ്രയോജനപ്പെടും. എന്തിനു പ്രയോജനപ്പെടും? അതിന് 2-ാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല. മനുഷ്യരുടെ സ്വാഭാവികമായ മോഹങ്ങൾ അവനിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. കഷ്ടതയുടെ കാലത്ത്, രോഗത്തിൻ്റെ കാലത്ത് മനുഷ്യ ഹൃദയത്തിൽ സ്വാഭാവികമായി വരുന്ന രാഗമോഹങ്ങൾ അത് കുറവായിരിക്കും.
ദൈവത്തിന്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. പാപം വിട്ടൊഴിയാനുള്ള ഒരു മനസ്സ് വരും. പാപത്തോട് താല്പര്യം വരികയില്ല. പാപം ചെയ്യാനുള്ള അമിതമായ ആസക്തി വരികയില്ല. അതുകൊണ്ടാണ് കഷ്ടത പ്രയോജനപ്പെടുന്നത്. അപ്പോൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ ദൈവത്തിന് പ്രയോജനമുള്ളവനായിത്തീരും. അവൻ കൂടുതൽ വിനയമുള്ളവനായിരിക്കും. അവൻ കൂടുതൽ സ്നേഹമുള്ളവനായിരിക്കും. അവൻ കൂടുതൽ തന്നെത്താൻ വിലയിരുത്തുന്നവനായിരിക്കും. സ്വന്തം പാപം കണ്ടെത്തുന്നവനായിരിക്കും. തന്നെത്താൻ മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടാനുള്ളതായ മനസ്സ് വരും. അപ്പോഴെല്ലാം മനുഷ്യൻ്റെ ജീവിതം ദൈവത്തിന് പ്രയോജനപ്പെടുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു വീട്ടിൽ 3 മക്കളുണ്ടെന്ന് വിചാരിക്കുക. 3 മക്കളും ഒരുപക്ഷെ ഒരുപോലെ അനുസരണമുള്ളവരായിരിക്കും. പക്ഷെ ഒരുപോലെ വിവേകമുള്ളവരാകണമെന്നില്ല. 3 മക്കൾ 3 പേരും ഒരുപോലെ വിവേകമുള്ളവരാകണമെന്നില്ല. നോഹയുടെ വീട്ടിൽ 3 ആൺമക്കളുണ്ടായിരുന്നു. ആ 3 ആൺമക്കളും അനുസരണമുള്ളവരായിരുന്നു. അപ്പനായ നോഹ അവരോട് പെട്ടകത്തിൽ കയറാൻ പറഞ്ഞപ്പോൾ അവരവരുടെ ഭാര്യമാരോടുകൂടെ പെട്ടകത്തിൽ കയറി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവരെല്ലാവരും ഒരുപോലെ വിവേകമുള്ളവരായിരുന്നില്ല. ഒബീഡിയൻസ് ആൻഡ് പ്രൂഡൻസ് ഇത് രണ്ടും രണ്ടാണ്. അനുസരണവും വിവേകവും രണ്ടും രണ്ടാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിന് പ്രയോജനമുള്ളവരാകണമെങ്കിൽ അനുസരണം മാത്രം പോരാ. നമുക്ക് ഓരോ സമയത്തും എന്താണ് ദൈവം അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ആ സമയത്ത് എന്താണ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അത് മനസ്സിലാക്കാനുള്ളതായ ആ വിവേകം വേണം. ആ വിവേകം നോഹയുടെ മക്കളിൽ 2 പേർക്ക് ആ വിവേകമുണ്ടായിരുന്നു. അവരുടെ അപ്പൻ നഗ്നനായി കിടക്കുന്നത് കണ്ടപ്പോൾ അവരുടെ ഒരു മകൻ അത് പറയുകയുണ്ടായി. പക്ഷേ 2 മക്കൾ ഒരു വസ്ത്രമെടുത്ത് കയ്യിൽ വീഴ്ത്തിപ്പിടിച്ച് പുറകോട്ട് നടന്ന് അപ്പൻ്റെ നഗ്നത മറച്ചതായി നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. അതിനാണ് വിവേകമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിവേകമുണ്ടെങ്കിലേ അറിവുള്ളത് കൊണ്ട് ദൈവത്തിന് പ്രയോജനമുള്ളവനാകുകയില്ല എന്ന് നാം കഴിഞ്ഞ പ്രാവശ്യമെല്ലാം ചിന്തിക്കുകയുണ്ടായി. അറിവ് കൊണ്ട് സാധിക്കില്ല, അനുസരണമുള്ളത് കൊണ്ട് മാത്രം സാധിക്കില്ല. നമുക്ക് തക്ക സമയത്ത് പറയേണ്ടത് പറയാൻ സാധിക്കണം. തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ, തക്ക സമയത്ത് ദൈവം പ്രസാദിക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ വചനം പോലെ, ദൈവത്തിൻ്റെ ഹിതം പോലെ നമുക്ക് ഇടപെടാൻ സാധിക്കണം. വിനയപ്പെടേണ്ടടുത്ത് വിനയപ്പെടാൻ സാധിക്കണം. താഴേണ്ടടുത്ത് താണു കൊടുക്കാൻ സാധിക്കണം. വചനം പറയേണ്ടടുത്ത് രുചി വരുത്തിയ വാക്ക് പറയാൻ സാധിക്കണം. അങ്ങനെ ഒരു പ്രൂഡൻസ്, അതാണ് വിവേകം എന്ന് പറയുന്നത്. ആത്മീയ വിവേകം നാം പ്രാപിച്ചാൽ നമ്മളെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമുണ്ട്, കുടുംബത്തിന് പ്രയോജനമുണ്ട്, സമൂഹത്തിന് പ്രയോജനമുണ്ട്, നാം പ്രവർത്തിക്കുന്നിടത്ത് പ്രയോജനമുണ്ട്. നാം വെറുതെ ഒരു അനുസരണമുള്ളൊരു വ്യക്തിയാണ്, അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല എന്ന് ജീവിതം നമ്മളെ പഠിപ്പിക്കും. ജീവിതം നമ്മളെ പഠിപ്പിക്കും. അന്ധമായ ഒരു അനുകരണം അല്ലെങ്കിൽ അന്ധമായ ഒരു അനുസരണം. ആരെങ്കിലും പറയുന്നു അതങ്ങ് അനുസരിച്ചേക്കുക, നല്ല സ്വഭാവമാണ്, അനുസരണം എപ്പോഴും നല്ലതാണ്. പക്ഷേ ദൈവത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ അനുസരണം മാത്രം പോരാ, അതോടൊപ്പം തന്നെ ആത്മീയമായ വിവേകവും വരണം. എങ്കിലേ ദൈവത്തിന് പ്രയോജനപ്പെടുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇതാണ് നാം സത്യമായും മനസ്സിലാക്കേണ്ടതായ കാര്യം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിനെ ദൈവം വിളിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ വിളിയെക്കുറിച്ച് ദൈവം അനന്യാസ് എന്ന് പറയുന്നതായ ആ ദൈവദാസന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 13-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ. അതിന് അനന്യാസ്, കർത്താവെ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തുവെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും പിടിച്ചുകെട്ടുവാൻ അവനെ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവാനായ പൗലോസിൻ്റെ വിളിയെക്കുറിച്ചാണ് നാം അവിടെ വായിക്കുന്നത്. ജീവനുള്ള ദൈവത്തിന് ആ വ്യക്തിയിലുള്ളതായ ആഗ്രഹം, ആശ, അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചുള്ളതായ
ദൈവത്തിൻ്റെ ആഗ്രഹം, ആശയാണ് നമ്മുടെ കാണുന്നത്. ജീവനുള്ള ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ആശയുണ്ട്. ഓരോ യുവാവിനെക്കുറിച്ച്, ഓരോ യുവതിയെക്കുറിച്ച്, ഓരോ ഭാര്യയെക്കുറിച്ച്, ഓരോ ഭർത്താവിനെക്കുറിച്ച്, കുടുംബം നടക്കുന്ന ഓരോ മാതാപിതാക്കന്മാരെക്കുറിച്ച് കർത്താവിന് ആശയുണ്ട്. വ്യക്തമായ വിളിയുണ്ട്, വ്യക്തമായ ദർശനമുണ്ട്, അവിടെ വ്യക്തമായ ലക്ഷ്യമുണ്ട്. നാം അത് മനസ്സിലാക്കാതെ അനുകരണങ്ങളിലേക്ക് പോയാൽ പ്രയോജനമില്ല. മറ്റൊരാളെ അനുകരിച്ച് നാം പ്രവർത്തിച്ചാൽ പ്രയോജനമില്ല. എപ്പോഴും ദൈവത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ അവനവൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കണം. ഏതെങ്കിലും അനുഗ്രഹീതരായ ദൈവമക്കളെ അനുകരിച്ചതുകൊണ്ട് നമുക്ക് ദൈവത്തിന് പ്രയോജനമുള്ള ഒരു മനുഷ്യനാകാൻ സാധിക്കില്ല. ശ്രേഷ്ഠരായ ദൈവമക്കളുടെ ഒരു നല്ല ആലോചന കേട്ടു, നല്ലതാണ്, അനുസരിക്കുന്ന നല്ലതാണ്. പക്ഷേ ആ ആലോചന തന്നെക്കുറിച്ചുള്ളതായി ദൈവഹിതം എന്താ, അത് തന്നെയാണോ എന്ന് തന്നെത്താനെ പ്രാർത്ഥിച്ച് വ്യക്തമായി മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രയോജനമുള്ളതായ ഒരു ദൈവവേലക്കാരനാകാൻ സാധിക്കുകയുള്ളൂ. ഒരു അനുകരണം കൊണ്ടോ ഒരു അനുസരണം കൊണ്ടോ ഒരു കണ്ണടച്ചുള്ളതായ അനുസരണമോ അതെല്ലാം കൊണ്ട് നമുക്കൊരു സംഘടനയോട് ചേർന്ന് പോകാൻ പറ്റും. നമുക്ക് ആർക്കും ഇടർച്ചയില്ലാത്തൊരു വ്യക്തിയായി ജീവിക്കാൻ സാധിക്കും. പക്ഷേ പ്രയോജനമുള്ളവനാകാൻ സാധിക്കില്ല. ദാവീദ് ദൈവത്തിന് പ്രയോജനമുള്ളവനായിരുന്നു. അവനെൻ്റെ ഹിതമൊക്കെയും ചെയ്യും ദൈവം പറഞ്ഞു. ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത്, ദാവീദിനെ കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത്, അത് ദാവീദ് ചെയ്യും. അതാണ് ദാവീദ് പ്രയോജനമുള്ളവനാകുന്നത്. ദാവീദ് പ്രയോജനമുള്ളവനാകണമെങ്കിൽ ദൈവം ദാവീദിന് കൊടുത്തതായി വിളി മനസ്സിലാക്കി ദാവീദ് ചെയ്യണം. ആത്മീയ രംഗത്തും ഇത് നാം വ്യക്തമായി മനസ്സിലാക്കണം. അവനവൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണമെന്ന് അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് ഓർപ്പിക്കുന്നുണ്ടല്ലോ. എങ്കിൽ മാത്രമേ ക്ഷീണിച്ചു പോകാൻ നടക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. പത്രോസിൻ്റെ ലേഖനം, രണ്ടാമത്തെ ലേഖനം, 1-ാം അധ്യായം 10-ാം വാക്യം, 10ഉം 11ഉം വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. എന്തിനു വേണ്ടി ദൈവം എന്നെ വിളിച്ചു? എന്തിനു വേണ്ടി ദൈവം എന്നെ ഈ കൂട്ടത്തോട് ചേർത്തു? എന്തിനു വേണ്ടി ദൈവം എന്നെ ഈ ഭവനത്തിലാക്കി? എന്തിനു വേണ്ടി ദൈവം എനിക്ക് ഈ ഭാര്യയെ തന്നു, ഭർത്താവിനെ തന്നു? എന്തിനു വേണ്ടി ദൈവം എന്നെ ഈ സ്ഥാപനത്തിലാക്കി, ഈ ജോലി പരമേൽപ്പിച്ചു, അല്ലെങ്കിൽ ഈ കഴിവെനിക്ക് തന്നു? ഇത് മനസ്സിലാക്കുന്നിടത്ത് മാത്രമേ ദൈവത്തിന് പ്രയോജനമുള്ളവനായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസിനെ ദൈവം വിളിച്ചു. എൻ്റെ നാമത്തിൽ ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ നിൽപ്പാൻ അവനെ വിളിച്ചു എന്ന്. എന്താണ് അവൻ്റെ നാമത്തിൽ നിൽക്കുക? നമുക്ക് മീഡിയ വഴിയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില അന്തർദേശീയ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ രാജ്യങ്ങളുടെ പേര് ആ മേശപ്പുറത്ത് ഇന്ന രാജ്യത്തിൻ്റെ പേരുകൾ ചില ചെറിയ നെയിം ബോർഡ് എഴുതി വെച്ച് കാണും. ഇന്ന രാജ്യം, ആ രാജ്യത്തിൻ്റെ സ്ഥാനാപതി അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ആ ബോർഡിൻ്റെ പുറകിലുണ്ടാവും. ഇപ്പോൾ നമ്മുടെ രാജ്യത്തൊരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ ഓരോ സംസ്ഥാനത്തിൻ്റെ പേരെഴുതി കാണും. ആ മീറ്റിംഗ് നടക്കുന്ന മേശപ്പുറത്ത് ആ സംസ്ഥാനത്തിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ പുറകിൽ ആ സംസ്ഥാനത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരെങ്കിലും കാണും. ദൈവമക്കളെ, അവരാ രാജ്യത്തിൻ്റെ ലേബലിലാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ ലേബലിലാണ് അറിയപ്പെടുന്നത്. നാം ഓരോരുത്തരും ചിലപ്പോൾ ചില സംഘടനകളുടെ പേരിൽ അറിയപ്പെടും, ചിലപ്പോൾ ചില മതങ്ങളുടെ പേരിൽ അറിയപ്പെടും, ചിലപ്പോൾ ചില സഭയുടെ പേരിൽ അറിയപ്പെടും. പക്ഷേ ആ സഭകളുടെ പേരിലോ ഒരു സംഘടനയുടെ പേരിലോ ഒരു കൂട്ടായ്മയുടെ പേരിലോ നാം അറിയപ്പെട്ടാലും നാം ദൈവത്തിന് പ്രയോജനമുള്ളവനാകണമെന്നില്ല. ദൈവത്തിന് പ്രയോജനമുള്ളവനാകണമെങ്കിൽ ഒരു സംഘടനയുടെ ലേബല് പോരാ, ഒരു കൂട്ടായ്മയുടെ ലേബല് പോരാ, ഒരു സഭയുടെ ലേബല് പോരാ. മറിച്ച് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവനായിത്തീരണം. അവൻ എൻ്റെ നാമത്തിൽ നിൽക്കുമെന്നാണ് ജീവനുള്ള ദൈവം പൗലോസിനെ കുറിച്ച് പറഞ്ഞത്. കാരണം അവൻ എൻ്റെ സ്വഭാവം എന്താണെന്ന് ജാതികൾക്കും രാജാക്കന്മാർക്കും ക്രിസ്തുയേശു എങ്ങനെയുള്ളവനാണെന്ന് അവൻ്റെ സ്വഭാവത്തിലൂടെ, അവൻ്റെ ആ വചനത്തിൻ്റെ ദൈവത്തിൻ്റെ കൃപയിലൂടെ അവൻ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവനാകും. രണ്ടാമത് 16-ാമത്തെ വാക്യം. എങ്ങനെയാണ് ദൈവത്തിന് പ്രയോജനപ്പെട്ടതായി തീർന്നത് പൗലോസ് അപ്പോസ്തലൻ? എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നുവെന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പ്രയോജനപ്പെട്ടത്
ഈ ഭൗതിക ജീവിതത്തിൽ ഒരു നന്മയും അനുഭവിച്ചില്ല, ഒരു നന്മയും കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ലോകപ്രകാരം നാം നോക്കിയാൽ നഷ്ടമല്ലാതെ ലാഭമൊന്നും ഉണ്ടായില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ നഷ്ടമല്ലാതെ, ഭൗതികമായി നഷ്ടമല്ലാതെ ഭൗതികമായി യാതൊരു ലാഭവും ഉണ്ടായില്ല. എന്തെങ്കിലും ഉണ്ടായെങ്കിൽ അത് ആത്മീയ ലാഭം മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ ഞാൻ അവനെ വിളിച്ചിരിക്കുന്നു. ആ ഉറപ്പാണ്, വ്യക്തിപരമായ ഉറപ്പാണത്. ദൈവമക്കളെ, നാം ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത് ദൈവത്തെ പിൻപറ്റുന്നത്. ഭൗതികമായ നന്മകൾക്ക്, ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക്, ഭൗതികമായ സ്ഥാനമാനങ്ങൾക്ക്, ഭൗതികമായ പദവികൾക്കെല്ലാം വേണ്ടി ദൈവത്തെ പിൻപറ്റുന്നവർക്ക് പ്രയോജനമുള്ളവരാകാൻ സാധിക്കില്ല. ദൈവത്തിന് പ്രയോജനമുള്ളവരാകാൻ പറ്റില്ല. മറിച്ച് ഒറ്റ ലക്ഷ്യം, നിത്യജീവൻ പ്രാപിക്കുക, ജീവനുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, സ്വന്തമായി ദൈവരാജ്യത്തിലെത്തുക, നല്ല പോർ പൊരുതുക, ഓട്ടം തികയ്ക്കുക, വിശ്വാസം കാക്കുക. രണ്ടാമതായി, മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക. സഖായിയെ പോലെ യേശു അങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിക്കുന്ന ആ തലമുറയിൽ സഖായിക്ക് അത്രയേ ആഗ്രഹമുള്ളൂ, യേശു അങ്ങനെയുള്ളവനെന്ന് കാണണം. സഖായിയുടെ വീട്ടിലേക്ക് യേശു വന്നു. യേശു വന്നപ്പോൾ സഖായി കാണിച്ചു കൊടുത്തു. യേശു ഒരു വീട്ടിലേക്ക് വന്നാൽ, യേശു ഒരുവൻ്റെ ഹൃദയത്തിൽ വന്നാൽ, ഒരുവൻ്റെ കൂടെ യേശുവിനോട് കൂടെ ജീവിക്കാനും നടക്കാനും തുടങ്ങിയാൽ അവൻ എങ്ങനെയുള്ള മനുഷ്യനാകുമെന്ന് സഖായി വ്യക്തമായി കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അവൻ്റെ ജീവിതത്തിൽ നിന്ന് അതുവരെ ലാഭമായിരുന്നതൊക്കെ ഛേദമെന്ന് എണ്ണാൻ തുടങ്ങി. സഖായി അത് തന്നെ ചെയ്തു. ലാഭമായിരുന്നു, പണം ലാഭമായിരുന്നു, അതെല്ലാം പുറത്തേക്ക് കളയാൻ തുടങ്ങി. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ, എനിക്ക് ലാഭമായിരുന്ന സ്ഥാനങ്ങൾ, മാനങ്ങൾ, പദവികൾ, അറിവ്, വിദ്യാഭ്യാസം, പാണ്ഡിത്യം, സഭയിലെ സ്ഥാനം, മാനം, ഇതെല്ലാം എനിക്ക് ലാഭമായിരുന്നൊക്കെയും ക്രിസ്തുവിനോടുകൂടെ ജീവിക്കേണ്ടതിന് ഞാൻ അതെല്ലാം ഛേദമെന്നെണ്ണി. എന്ന് വെച്ചാൽ എന്തെല്ലാം ഭൗതികമായ നഷ്ടങ്ങൾ വന്നാലും ദൈവരാജ്യത്തിലെത്തണം, സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നിർണയം നിങ്ങൾക്കുണ്ടോ? ആ രക്ഷാനിർണയം എന്ന് നിനക്കറിയാം. രക്ഷ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് എന്നുള്ളതായ ആ നിർണയം. എന്നാൽ അത് മാത്രമല്ല, ഞാൻ യേശുവിൻ്റെ വകയാണ്, ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണ്, എൻ്റെ ജീവിതം യേശുവിനോട് കൂടെയുള്ളതാണ്. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും നിൽക്കുക, സഹിച്ച് നിൽക്കുക. സ്വന്തം ഭവനത്തിലാണെങ്കിൽ പോലും സഹിച്ച് ജീവിക്കാനുള്ളതായ ഒരു സമർപ്പണം ഉണ്ടാക്കിയെടുക്കുക. പ്രിയപ്പെട്ടവരെ, സുവിശേഷം എത്രയോ ശ്രേഷ്ഠമായൊരു പദമാണ്. സവിശേഷമായ വാർത്ത മാലാഖ അറിയിച്ചതാണല്ലോ സുവിശേഷം. ഒന്നാമത്തെ സുവിശേഷം ക്രിസ്മസിൻ്റെ രാത്രി മാലാഖ അറിയിച്ചു. സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. പക്ഷേ ഈ സുവിശേഷപ്രകാരം ജീവിക്കുക എന്നുള്ളത് എളുപ്പമാണോ, ലാഘവമാണോ? ഇന്ന് സുവിശേഷപ്രകാരം ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക, ഇതൊക്കെ വളരെ ലാഘവമായൊരു കാര്യമായിട്ടാണ് മനുഷ്യൻ കണക്കാക്കുന്നത്. പക്ഷേ ക്രിസ്തീയ സഭയുടെ ആരംഭത്തിലൊക്കെ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക ഒരു ലാഘവ ചിന്തയായിരുന്നോ? ഒരു ഉദ്യോഗം കിട്ടുന്ന പോലെയായിരുന്നോ? അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിരുന്നോ? സമൂഹത്തിൽ ഒരു വിലയുണ്ടാക്കുന്ന കാര്യമായിരുന്നോ? ഒന്നുമല്ലല്ലോ. ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് പറയുന്നത് അതിവേദനയായിരുന്നു, വലിയ ത്യാഗമായിരുന്നു, വലിയ പീഡയ്ക്കുള്ളതായ ഒരുക്കമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്നു, ക്രിസ്തീയ കൂട്ടങ്ങളിൽ പ്രവർത്തിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം പറഞ്ഞു, താനൊരു ക്രിസ്തീയ നേതാവായി, ഒരു ക്രിസ്തീയ ലീഡറായി ജീവിക്കുന്ന കാലത്തോളം, അഥവാ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന കാലത്തോളം താൻ എങ്ങനെയുള്ളവനായിരിക്കും? അതാണ് ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ഇടർച്ചയുടെ കാലം വരുമ്പോൾ, ഒരു ഭിന്നതയുടെ വിഷയം വരുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു സഭയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെടേണ്ടി വരുമ്പോൾ എൻ്റെ മനോഭാവം ഇതായിരിക്കും: ഞാൻ ക്രൂശിക്കപ്പെട്ടവനാണ്, എൻ്റെ ഇഷ്ടം വേണ്ട, എൻ്റെ താല്പര്യം വേണ്ട, എൻ്റെ വ്യക്തിഗതമായ ചിന്താഗതികളൊന്നും വേണ്ട, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തുവിന് മഹത്വം കിട്ടുന്ന കാര്യം, അത് മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ മഹത്വം, യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടം, യേശുക്രിസ്തുവിൻ്റെ ഹിതം, ഇത് നടക്കണം. അതിനുള്ളത് ഒരാഗ്രഹമല്ലാതെ,
അങ്ങനെ ഒരു ഇച്ഛയല്ലാതെ, അങ്ങനെ ഒരു നിർണയമല്ലാതെ എനിക്ക് എൻ്റേതായിട്ട് ഒന്നുമില്ല. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം കൂട്ടങ്ങളിലും കൂട്ടായ്മകളിലും എല്ലാമുള്ള പ്രവർത്തകരും സംഘടനാതലത്തിലെല്ലാം പ്രവർത്തിക്കുന്നവരൊക്കെ ഈ മനസ്സുള്ളവരായിരുന്നെങ്കിൽ ക്രിസ്തീയ സഭയും സംഘടനയുമെല്ലാം ഇന്ന് എത്രയോ ശ്രേഷ്ഠതയുള്ള മാതൃകായോഗ്യമായ പ്രവർത്തനങ്ങളായിരിക്കും. പക്ഷേ ആ വാക്കുകളൊക്കെ വേദപുസ്തകത്തിലുണ്ടെന്നുള്ളതല്ലാതെ ഗീതങ്ങളിലും പ്രമേയോനുകളിലുമൊക്കെ ഈ വാക്യങ്ങളൊക്കെ വായിക്കും, പ്രസംഗത്തിൽ ഇതെല്ലാം പറയുമെങ്കിലും സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ക്രൂശിക്കപ്പെട്ട ഞാനില്ല എന്നുള്ള ഭാവമില്ല. ഞാനേ ഉള്ളവിടെ, ഞാനേ ഉള്ളൂ, ഞാൻ പറയുന്നതേ ഉള്ളൂ, എൻ്റെ ഹിതമേ ഉള്ളൂ, എൻ്റെ ഇഷ്ടമേ ഉള്ളൂ. ഇതാണ് എവിടെയും നിഴലിട്ട് കാണുന്നത്. അതാണ് മരിക്കേണ്ടത്, അതാണ് മരിപ്പിക്കേണ്ട സ്വഭാവം. അത് മരിപ്പിച്ചെടുത്താൽ മാത്രമേ നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ളവനാകുകയുള്ളൂ. ദൈവത്തിന് പ്രയോജനമുള്ളവനാകണമെങ്കിൽ നിങ്ങൾ സ്വയത്തിന് മരിച്ചവനായിരിക്കണം. ദൈവത്തിന് പ്രയോജനമുള്ളവനാകണമെങ്കിൽ നിങ്ങൾ കൂടെ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവനായിരിക്കണം. ദൈവത്തിന് പ്രയോജനമുള്ളതാകുന്നത്, കഷ്ടത പ്രയോജനപ്പെടുന്നത് സ്വഭാവം മാറാനാണ്. ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നതിന് കഷ്ടത പ്രയോജനപ്പെടുന്നത് പോലെ സഹോദരങ്ങളെ, നാം നമ്മളെ തന്നെ ആ നിഗളമില്ലാതെ, താഴ്മയില്ലാതെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാൽ എന്താ? കർത്താവേ, ഒരു നിഗളമില്ലാത്ത മനുഷ്യനാക്കി എന്നെ മാറ്റണം, അഹങ്കാരമില്ലാത്ത വ്യക്തിയായി എന്നെ മാറ്റണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചാൽ എത്ര ശ്രേഷ്ഠമാണ്, എത്ര അനുഭവ സമ്പത്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഒരു കുടുംബം കൂടുമ്പോൾ ഇമ്പം. ഒരു കുടുംബം അതൊരു സമാധാനമുള്ള സ്ഥലമായി മാറുക എളുപ്പമാണോ? ഒരു കുടുംബത്തിൽ 80-90 വയസ്സുള്ള കാരണവന്മാർ കാണും, 50-60 വയസ്സുള്ള ആ കുടുംബം ഭരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ കാണും, അവരുടെ മക്കൾ കാണും. ഇതെല്ലാം ചേർന്നൊരു കുടുംബം, അതൊരു സ്നേഹത്തിലും ഐക്യത്തിലും പോവുക എളുപ്പമാണോ പ്രിയപ്പെട്ടവരെ? എന്തെല്ലാം വേദനകളാണ് അവിടെ, ബന്ധമുലയ്ക്കുന്ന വാക്കുകളാണ് അവിടെ, ഹൃദയം പിളർക്കുന്നതായ മനോഭാവങ്ങളാണ് അവിടെ, എന്തെല്ലാം ഇച്ഛകളാണ് അവിടെ, എന്തെല്ലാം സ്വഭാവങ്ങളാണ് അവിടെ. ഇതെല്ലാം സഹിച്ച് ഇതിൻ്റെ എല്ലാം മുമ്പിൽ വലഞ്ഞു പോവുകയല്ലേ മനുഷ്യൻ? ഇതിൻ്റെ എല്ലാം മുമ്പിൽ നമുക്കെങ്ങനെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ സാധിക്കും? ഒരു ഭവനത്തിൽ, സ്വന്തം ഭവനത്തിൽ എങ്ങനെ ഇതെല്ലാം സഹിച്ച്, നിന്ന സഹിച്ച്, അപമാനം സഹിച്ച്, മറ്റുള്ളവരുടെ സ്വഭാവം സഹിച്ച്, മറ്റുള്ളവരെ ചുമന്ന്, എങ്കിലും അവരെ ചേർത്ത് പിടിച്ച്, അവരോട് വെറുപ്പില്ലാതെ ഈ പ്രായമായവരെയും ഈ മധ്യവയസ്കരെയും ഈ കുഞ്ഞുങ്ങളെയും എല്ലാം കൂടിപ്പിടിച്ച് നമുക്കെങ്ങനെ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ സാധിക്കും? ഒരു സമാധാനമുള്ള ഒരു ദൈവീഗ്രഹം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും? ദൈവമക്കളെ, അത് സാധിക്കണമെങ്കിൽ ഹൗ ടു വിൻ, എങ്ങനെ നമുക്ക് ഇതെല്ലാം സഹിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും? അത് സാധിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാവോ? ഞാൻ ആരുടെ വകയാണ്? ഹൂ ഐ ആം ഓർ ഹൂസ് ഐ ആം. ഞാൻ ആരാണ്? ഞാൻ ആരുടെ വകയാണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സുബോധം നമുക്ക് വരണം. ഞാൻ ആരാണ്? ഞാൻ ആരുടെ വകയാണ്? 1 കൊരിന്ത്യർ 6-19 പൗലോസ് പ്രകാരം പറയും, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. ഇതെല്ലാം സഹിച്ച് ഒരു ഭവനത്തിൽ, ഒരു സംഘടനയിൽ, ഒരു പ്രവർത്തന രംഗത്ത് നിൽക്കണമെങ്കിൽ ഈ ബോധ്യം വേണം. എന്നെ ഒരാൾ വിലയ്ക്ക് മേടിച്ചതാണ്. ഞാൻ എൻ്റെ വകയല്ല, ഞാൻ എൻ്റെ സ്വന്തമല്ല, എന്നെ ഒരാളിനെ വിലയ്ക്ക് മേടിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലകൾ വണക്കി ഒന്ന് ധ്യാനിക്കാവോ വാക്യം? എന്നെ ഒരാൾ വില കൊടുത്ത് മേടിച്ചു. ആരാണ് എന്നെ വിലയ്ക്ക് മേടിച്ചത്? കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ മേടിച്ചിരിക്കുന്നത്. കർത്താവായ യേശു കാൽവരിയിൽ വില കൊടുത്ത് മേടിച്ചതാണ് എന്നെ. എന്നെതിരെ രക്തം കൊടുത്ത് മേടിച്ചതാണ്. ഞാൻ ആ രക്തത്തിൻ്റെ ഫലമാണ്. അവൻ എന്നെ സ്നേഹിച്ചാണ്, ഞാൻ അവനെ സ്നേഹിച്ചതല്ല. അവൻ എന്നെ സ്നേഹിച്ചു, എനിക്ക് പോക്കുവഴികൾ തന്ന് ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നു. ഞാൻ യേശുവിൻ്റെ വകയാണ്. ഈ ബോധം വന്നാൽ നമ്മുടെ കുടുംബത്തിൽ സഹനമുണ്ടാകും. ഈ ബോധം വന്നാൽ മറ്റുള്ളവരെ നമുക്ക് സഹിക്കാൻ പറ്റും. യേശു എന്നെ വില കൊടുത്ത് മേടിച്ചതാണ്. എൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല, എൻ്റെ ഹിതം പോലെ ജീവിക്കാനല്ല, യേശുവിനായി ജീവിക്കാൻ, അവനായി നടക്കുവാൻ, അവനായി ഓടുവാൻ. അവൻ എന്നെ എവിടെയാക്കുന്നുവോ അവിടെ യേശുവിൻ്റെ വകയായി ജീവിക്കാൻ യേശു എന്നെ വില കൊടുത്ത് മേടിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാക്യം ഒന്നുകൂടെ നമുക്ക് വായിച്ച് കേൾക്കാം. നിങ്ങൾ തന്നെത്താൻ പറയുക,
എന്താണ് ആ വാക്യം? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഏറ്റു പറയാം, കർത്താവേ, എന്നെ വിലയ്ക്ക് മേടിച്ചതാണ്. ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ നിനക്കുള്ളവനാണ്. എന്നെ നീ വില കൊടുത്ത് മേടിച്ചതാണ്. ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ നിനക്കുള്ളവനാണ്. ഞാൻ നിനക്കുള്ളവനായി ഇനിയുള്ള കാലം ജീവിക്കും. പാപങ്ങൾ ക്ഷമിക്കണമേ, കടങ്ങൾ പൊറുക്കണമേ, പാപങ്ങൾ കഴുകിത്തരണമേ. എന്നെ നീ മേടിച്ചതാണ്. ഞാൻ നിനക്കുള്ളവനായി ഇനിയുള്ള കാലം ജീവിക്കും. കർത്താവെ, കൂടെ ഇരുന്ന് വഴി നടത്തണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ.